നമ്മളിന്ന് കാന്താരി ബോംബാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാന്താരി നമുക്ക് ആദ്യം പറിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമുക്ക് നല്ല പഴുത്ത കാന്താരിയൊക്കെ നമുക്ക് നല്ല 2-3 എണ്ണം പറിക്കാം. പിന്നെ നമുക്ക് ഇത്രയും കാന്താരിയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്നൊരു 6 എണ്ണമൊക്കെ മതിയാവും. നമുക്കിതിനകത്തോട്ട് പോയിട്ട് എങ്ങനെയാണ് കാന്താരി ബോംബ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിപ്പം കാന്താരി ബോംബ് തയ്യാറാക്കാൻ പോവുകയാണ്. കാന്താരിയൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പുതിനയില വേണം. പുതിനയില ഒരു 2 പിടിയോളം പുതിനയില എടുത്തോ കേട്ടോ. നിറച്ച് പുതിനയില എടുത്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ വേണ്ടുന്നത് ബീട്രൂട്ടാണ്. അതൊരു ബീട്രൂട്ടിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കാന്താരി മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ബോംബ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം. പിന്നെ ബോംബ് പൊട്ടിക്കണ്ടേ, അതിന് വേണ്ടുന്ന ഐറ്റമാണ് സോഡ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ പുതിനയിലയും കാന്താരി മുളകും ഇഞ്ചിയും നാരങ്ങയുടെ കുരു കളഞ്ഞെടുത്തിട്ടുള്ള നീരും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പുതിനയിലയും നാരങ്ങ നീര്, കാന്താരി, ഇഞ്ചി ഇത്രയും കൂടി ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ളത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ സെപ്പറേറ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ബീട്രൂട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അരച്ചത് വെള്ളം ഒന്നും ചേർക്കാതാണ്. ഇത് മാത്രമാണ് നാരങ്ങ നീര് ചേർത്ത് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി നമുക്ക് ബോംബ് തയ്യാറാക്കാം. ആദ്യം ഇതേ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പുതിനയിലയും നാരങ്ങ നീരും ഒക്കെയുള്ള മിശ്രിതം ഒന്ന് കയ്യിലോട്ടെടുത്ത് വയ്ക്കാം. അതിനകത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് അരച്ചതും കൂടി വയ്ക്കാം. വെച്ചതിന് ശേഷം മുകളിലും കൂടി കുറച്ച് പുതിനയില ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയൊരു ബോളാക്കിയിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം. ബോംബ് ഒന്ന് പൊട്ടിച്ച് നോക്കണ്ടേ. നമ്മുടെ ബോംബ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു ഐറ്റം കൂടി ബോംബിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് പൊട്ടിക്കാനുള്ള പ്ലേസിലോട്ട് സോഡ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് വെക്കും. അപ്പോൾ നമുക്കേ ബോംബ് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സോഡ അങ്ങോട്ട് ഗ്ലാസ്സിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഗ്യാസ് ഒന്നും പോവാതെ വേഗം തന്നെ ചെയ്തോണം കേട്ടോ, എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ബോംബ് പൊട്ടി കിട്ടൂ. 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. അപ്പോൾ സോഡ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഈ ബോംബിൻ്റെ മുകളിലോട്ട് ഒരല്പം 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി ഇത് സോഡയിലോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോംബ് പൊട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ള കേട്ടോ, നമ്മുടെ കാന്താരി ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കളറൊക്കെ കണ്ടോ, ബീട്രൂട്ട് ഇട്ടുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റെഡ് കളറൊക്കെ കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നല്ല സൂപ്പർ കാന്താരി ബോംബ് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മല്ലൂസ് കഫേയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.